ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. സമയം കഴിഞ്ഞിരിക്കുന്നു. നെല്ലിക്ക. ഓക്കെ, ടൈം അപ്പ്. ഇനി ചെറുനാരങ്ങ. ഓക്കെ, സമയം കഴിഞ്ഞു. അടുത്തത് പച്ചിമുളക്. സമയം കഴിഞ്ഞിരിക്കുന്നു. ഐറ്റംസ് ചെക്ക് ചെയ്തതിന് മുന്നേ എനിക്ക് ഈ ടീച്ചറിന്റെ അടുത്ത് ചെറിയൊരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്തുവാണ് ചേച്ചി, ഇത് ഏത് നാട്ടിലെ മരിച്ചീനിയാണ്? ഇത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഐറ്റമാണ്. ഓക്കെ, മാങ്ങയെന്ന് പറഞ്ഞപ്പോഴാണ് വഴുതന. അപ്പൊ അത് മാറ്റിക്കോ. മാങ്ങയെന്ന് പറഞ്ഞ വഴുതന എടുത്ത് വഴുതന എന്ന് പറഞ്ഞപ്പോ മാങ്ങ. അപ്പൊ അത് മാറ്റിക്കോ. ഇത് കറക്റ്റായിട്ട് എടുത്ത് മുളക്, കറക്റ്റായിട്ട് എടുത്ത് ഇത് കറക്റ്റായിട്ട് എടുത്ത്. അപ്പൊ 4. ഇത് ടീച്ചർക്ക് കറിക്കരിയാൻ വേണ്ടി എടുത്ത. ഇത് ലിസ്റ്റിലേ ഇല്ല. ഇത് ഓണസദ്യക്ക് എടുത്താണ്. ശരി, അപ്പൊ 3 ഐറ്റം. തപ്പിയോക്ക കറക്റ്റ്. ഇത് വഴുതനം, നെല്ലിക്ക, ബീട്രൂട്ട്, ചെറുനാരങ്ങ. 1 2 3 4 5 കറക്റ്റ്. 5 ഐറ്റം കറക്റ്റ് ആണ്. അവിടെയോ? ഉള്ളി ഇല്ലായിരുന്നു, വെങ്കായം ഇല്ല, വെങ്കായം ലിസ്റ്റിലില്ല. ഇത് 3 കറക്റ്റാ എടുത്തില്ല. അപ്പൊ അവിടെ 3, അവിടെ 3, ഇവിടെ കിട്ടിയിരിക്കുന്നത് 5. അപ്പോ സെമി ഫൈനൽസിലേക്ക് കയറിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ലിറ്റിൽ മാസ്റ്റർ ശിവപ്രിയ. വേറൊരു കേസ് പറയാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഉടനെ തന്നെ ഓടിപ്പോയി നമ്മുടെ KSFE ഹാർമണി ചിട്ടിയിൽ ചേരണം. ചേരുന്ന 100 പേർക്ക് സിംഗപ്പൂരിലേക്കുള്ള ഒരു യാത്ര സുനിശ്ചിതമാണ്. സെമി ഫൈനലിലേക്കുള്ള ക്വാളിഫയേഴ്സ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശിവപ്രിയ നടന്നു. യെസ്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ 2 മത്സരാർത്ഥികളുടെ അവസരം കഴിഞ്ഞിരിക്കുന്നു. അല്ലെ, ഓണം ആയതുകൊണ്ട് അവരെ വിഷമിപ്പിച്ച് പറഞ്ഞിടാനൊന്നും പറ്റൂല. നമ്മൾ ഉറപ്പായിട്ടും സമ്മാനം കൊടുക്കും. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട അൻസിയയ്ക്ക് തരികയാണ് നമ്മുടെ പാർക്കുട്ടി നന്നായിട്ട് ഉണരാൻ ഫോർവിഷ് മാട്രിക്സ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു സമ്മാനം. ടേസ്റ്റി പുഡിംഗ് സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു സമ്മാനം. എടാ, ഈ പാറുവിന്റെ ഗന്ധർവൻ നീയല്ലേ? നിനക്കതങ്ങ് തുറന്ന് പറഞ്ഞൂടെ? നീ എന്താ അത് തുറന്ന് പറയാത്തത്? ഇപ്പൊ പ്രിയൻ ഒരു റെമോ രീതിയിലാണ് ഗന്ധർവൻ. റെമോയോ? റെമോ. അപ്പൊ പാറുവിനെ ആരും ഉപദ്രവിക്കാൻ നേരത്ത് അത് അന്യനായിട്ട് മാറും. അപ്പൊ പ്രിയൻ ചേട്ടനെ പോലെ തന്നെ ആയിരിക്കണം ഗന്ധർവൻ എന്ന് എപ്പ പാറു പറയോ അതിന് വേണ്ടിട്ട് ആ സമയത്തിന് വേണ്ടി പ്രിയൻ വെയിറ്റ് ചെയ്യണേ. അപ്പൊ ആ കാത്തിരിക്കേണ്ട വന്നോണ്ടിരിക്കേണ്ട എത്തും. യെസ്, അടുത്തത് എന്റെ പാറുക്കുട്ടി അടുത്ത് എനിക്കും ഒരു ചോദ്യമുണ്ട്. പാറുക്കുട്ടി അടുത്തുള്ള ചോദ്യം എന്താന്ന് വെച്ചാലേ, ഇപ്പൊ പ്രിയനെ ഇപ്പം നന്നായിട്ട് മനസ്സിലായല്ലോ. ഇപ്പം നൗ ഹീസ് എ ഗുഡ് ഫെലോ, നല്ലൊരാളല്ലേ. അപ്പൊ പ്രിയനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ജെന്യൂൻ ആണ് ரொம்ப. എന്നെ മാതിരി അല്ല, പ്രിയൻ ജെന്യൂൻ ആണ്. ആക്ച്വലി ആരും തപ്പ് ചെയ്യാത്ത രീതിയിൽ എല്ലാവരുടെയും നന്നായിട്ട് പെരുമാറുന്ന, തെറ്റ് ചെയ്യാതെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആൾ. അടിപൊളി. അങ്ങനെ ഒരാൾ. നമുക്കപ്പോ സെമി ഫൈനൽസിലേക്ക് പോയാലോ? യെസ്, അപ്പൊ സെമി ഫൈനൽസിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 പേരെ ആയിരുന്നു നേരത്തെ. പക്ഷെ ഇന്ന് ഒരാളും കൂടെ ചേർന്ന് 4 പേര്. അതെ, 4 പേരിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു കൈയടിയോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ 4 സെമി ഫൈനലിസ്റ്റുകളെ. ഞാൻ ഇപ്പൊ ഒരു ഓഫർ വെക്ക പോറേ. ഇത് ഓണമല്ലേ, എക്സ്ചേഞ്ച് ഓഫർ. എന്റെ എക്സ്ചേഞ്ച് ഓഫർ. നീ ശിവപ്രിയ എടുത്തോ. ശിവപ്രിയയുടെ കാര്യമല്ല, എന്റെ പാറു. പ്രിയ വാ, പ്രിയ. നീ കുറച്ച് നേരത്തേക്ക് പാറുവിന്റെ ഗന്ധർവനായിക്കോ. 55,000 രൂപയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് മത്സരിക്കുന്നത്. അത് പിന്നെ നാളെയൊക്കെ ആകുമ്പോൾ 1,30,000 ആവും. അതുകൊണ്ട് വളരെ കാര്യഗൗരവമായിട്ട് മത്സരിക്കണം. ബിന്ദു ചേച്ചി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പഴം എടുക്കണം, കഴിക്കണം എന്ന് പറഞ്ഞാൽ മുഴുവൻ പഴവും വായിക്കാത്താക്കിയിട്ട് വേണമെങ്കിൽ ഓടിപ്പോയി ബലൂൺ പൊട്ടിക്കണം. അപ്പം ഓരോ ബലൂൺ പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു പഴം നിങ്ങൾ വായിക്കാത്താക്കിയിരിക്കണം. അത് ഇറക്കണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ തീരുമാനം. പക്ഷെ അത് ഇറങ്ങിയാലേ അടുത്തത് കഴിക്കാൻ പറ്റൂ. ഒരിടത്തും തുപ്പിയിടാനൊന്നും പാടില്ല. പിന്നെ ആവശ്യാനുസരണം പഴത്തിന്റെ കൂടെ വെള്ളം ചേർത്ത് അരയ്ക്കണം കേട്ടോ, ആവശ്യം ഉണ്ടാക്കി. എളുപ്പം. എന്റെ ആഗ്രഹം അടുത്ത
അതിട്ടോ മെനിക്കോ. എന്നാ വെള്ളം കുടിക്കുന്നോ? നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. അടിച്ച് കേറ്റ്. ഓക്കെ പോയിട്ട് വാ. മൂന്നാമത്തെ ബലൂൺ. ആണി വാ വാ. എന്റെ അമ്മോ, ഇന്ന് ഇവിടത്തെ ബാത്റൂമിലൊക്കെ കോളായിരിക്കും. അടിക്ക്. പോട്ടെ. നാലാമത്തെ ബലൂൺ. ആടി പൂക്കുറ്റി വാ. Five, 4, 3, 2, 1, 0. എനിക്ക് ആ ചേച്ചിയുടെ മനസ്സ് കേൾക്കാം. മോനെ ഒരു 2 മിനിറ്റ് സമയം കൂടെ തന്നെങ്കിൽ ഇത് മൊത്തം ഞാൻ തിന്നീർത്തേ. ഇവിടെ ഒരാള് പഴം കഴിച്ച കണ്ടാൽ ഒരു പഴത്തിനെയൊക്കെ ഉണ്ടല്ലോ, ആദ്യം എടുത്ത് പഴത്തിനെ തഴുകും. അയ്യോ പാവം, നിന്നെ ഞാൻ കഴിക്കണോടാ. പിന്നെ പാതിക്ക എന്നിട്ട് ഓരോന്നായിട്ട് ഒടിച്ച് എന്റെ ക്യൂടെക്സ് എന്റെ ലിപ്റ്റിക് ഒന്നും പോകണം, എന്നെ തോപ്പിക്കാനായിട്ട് ഇറങ്ങി വന്നോണം. ജയിച്ചിരിക്കുന്നു എന്റെ സ്വന്തം ചേച്ചി. അഗ്നയ്ക്ക് മത്സരിക്കാൻ ഇനി ഒരു അവസരം കൂടെ ഉണ്ട്. ഇതെന്താ 3rd പ്രൈസിനുള്ള മത്സരമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കാണികൾക്ക് സമ്മാനം കൊടുക്കാൻ വീണ്ടും സമയമായിരിക്കുന്നു. എന്റെ പ്രിയ പ്രേം പൂജ സീരിയലിലെ പൂജയെ പരിചരിക്കാൻ വന്ന പുതിയ വേലക്കാരിയുടെ പേര് എന്താണ്? ക്ലാരമ്മ. ക്ലാരമ്മ കറക്റ്റ് ആൻസർ. ചേച്ചിക്ക് ലഭിക്കുന്ന ഡീപ് പൂൾ കാർ ടാപ്പ് നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ നമുക്ക് സെമി ഫൈനലിലെ 2ാം പാദം മത്സരത്തിലേക്ക് പോവാണ്. അങ്ങനെ ശിവപ്രിയയും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട നിതയും കൂടെ ചേർന്നാണ് മത്സരിക്കാൻ പോകുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലേ? ഓണത്തിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു കളിയാണിത്. ഇത് കഴിച്ചു തീർക്കുക. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളായിരിക്കും വിജയ്. അതുപോലെ തന്നെ താഴെ വീഴുന്നതും നമ്മൾ കണക്ക് കൂട്ടുന്നതായിരിക്കും കേട്ടോ. താഴെ വീഴുന്നത് കുറയാൻ, കഴിക്കുന്നത് കൂടുതലും വേണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കഴിച്ചോ 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 കഴിച്ചോ. ഒരെണ്ണം കടിക്കും, കുറച്ചെങ്കിലും. യെസ് യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കഴിച്ചോ. പൊട്ടിച്ച് കയ്യിലോട്ട് വെച്ചോടത്. സൂപ്പർ. ഇവിടെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ലട്ടോ. അവിടെ ഫൗള് കാണിക്കുന്നത്. കഴിച്ചോ കഴിച്ചോ. ഇവിടെ നോക്കിയോ. 5, 4, 3, 2, 1, 0.